മഹാപുരാണ പരമ്പരയിലെ 6ാമത്തെ പുരാണമാണ് നാരദീയ മഹാപുരാണം. കഥകൾ, ഉപകഥകൾ, വ്രതാനുഷ്ഠാനങ്ങൾ, ജ്യോതിശാസ്ത്രം, സംഗീതശാസ്ത്രം, സാംഖ്യശാസ്ത്രം, വ്യാകരണം, നിരുക്തം, കൽപ്പം, യുഗങ്ങൾ എന്നിവയെക്കുറിച്ച് ഓരോന്നിനെപ്പറ്റി നാരദീയ മഹാപുരാണം പ്രതിപാദിക്കുന്നു. വിശ്വസനീയമായ അനുഭവങ്ങളും ദൈവിക സവിശേഷതകളും ഈ പുരാണത്തിൽ ഉൾക്കൊള്ളുന്നു. ഭക്തിമാർഗത്തെക്കുറിച്ചാണ് കൂടുതൽ വിശദീകരിച്ചിരിക്കുന്നത്. നാരദൻ സന്യാസിയും ദേവശിഷ്യനും ദേവർഷിയും കൂടിയാണ്. നാരദ മഹർഷി സനൽകുമാരന് ഉപദേശിച്ചു കൊടുത്തതാണ് നാരദീയ മഹാപുരാണം. 1000 വർഷം തപസ് ചെയ്ത് പുണ്യനദിയായ ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവരാനും തൻ്റെ പൂർവികരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിതനാക്കാനും ഭഗീരഥൻ അനുഷ്ഠിച്ച കഠിനാധ്വാനത്തിൻ്റെ വർണ്ണനയും ഈ പുരാണത്തിൽ നമുക്ക് കാണാം. പ്രാചീന വചനമനുസരിച്ച് 25,000 ശ്ലോകങ്ങൾ ഈ പുരാണത്തിലുണ്ടെന്ന് പറയുന്നു. 18,500-ൽ പരം ശ്ലോകങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുള്ളൂ. പൂർവഭാഗം, ഉത്തരഭാഗം എന്നീ 2 പ്രധാന ഭാഗങ്ങൾ ഇതിനുണ്ട്. പൂർവഭാഗത്തിൽ ഭഗവാന്റെ മഹിമയും ഭക്തിമാർഗവും വിശദീകരിക്കുന്നു. ഭഗവാന്റെ വിവിധ രൂപങ്ങൾ, ഭക്തിയുടെ ആവശ്യകത എന്നിവ പ്രതിപാദിക്കുന്നു. വിഷ്ണുവിനോടുള്ള ആരാധനാ രീതി, വ്രതങ്ങൾ, പൂജാവിധികൾ, മകരസംക്രാന്തി, കൃഷ്ണജയന്തി, ദീപാവലി തുടങ്ങിയവയും പ്രതിപാദ്യ വിഷയങ്ങളാണ്. ഭക്തിയിലൂടെ ഒരാൾക്ക് ശരിയായ ജീവിതം നയിക്കാൻ കഴിയുന്നുവെന്നും അതിലൂടെ പ്രകാശത്തോടും ശാന്തിയോടും നയിക്കപ്പെടുകയാണെന്നും ഈ പുരാണം വ്യക്തമാക്കുന്നു. നാരദ സൂത്രം ഒരു പ്രധാന വിഷയമാണ്. ഭഗവാനോടുള്ള അടിയന്തര സമർപ്പണം, സ്വാർത്ഥതയില്ലാത്ത സേവനം എന്നിവയും നമുക്കിതിൽ കാണാം. ആധുനിക കാലത്തെ മതപരമായ കാര്യങ്ങളിൽ നാരദീയ മഹാപുരാണം ഒരുപാട് പ്രാധാന്യമുള്ള ഗ്രന്ഥമായി കരുതപ്പെടുന്നു. സനകാദികൾ നാരദനോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നൈമിഷാരണ്യത്തിലെ മുനിമാരോട് സൂതൻ വിവരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പുരാവൃത്ത ഘടന. പൂർവഭാഗത്തിൽ 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം, 4-ാം പാദം എന്നീ വിഭാഗങ്ങൾ കാണാം. ഉത്തരഭാഗത്തിൽ പൂർവഭാഗം 1-ാം പാദത്തിൽ സൂദർശി സംവാദം, വിഷ്ണുസ്തുതി, മാർക്കണ്ഡേയ വർണ്ണനം, ഗംഗാ ഉൽപ്പത്തി, ഗംഗാ മാഹാത്മ്യം, സദാചാരം, ധർമ്മനിരൂപണം, ശ്രാദ്ധക്രിയാ വർണ്ണനം, ജ്ഞാനനിരൂപണം, പ്രായശ്ചിത്ത വിധി തുടങ്ങിയ 41 അധ്യായങ്ങൾ കാണാം. 2-ാം പാദത്തിൽ ജഗത്തിൻ്റെ ഉൽപ്പത്തി വർണ്ണനം, ധ്യാനയോഗ നിരൂപണം, യോഗവർണ്ണനം, ജാതക നിരൂപണം, ജനക ഉപദേശം, ഭരത ഉപാഖ്യാനം, ജ്യോതിഷത്തിൻ്റെ ഉപയോഗങ്ങൾ, മോക്ഷധർമ്മ നിരൂപണം തുടങ്ങി 21 അധ്യായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 3-ാം പാദത്തിൽ പാശുപത ദർശനം, ദീക്ഷാവിധി, ദേവപൂജ, ദീപവിധി, ഗണേശമന്ത്രം, ദുർഗാമന്ത്രം, ഹനുമത് കവചം, ഹനുമാന്റെ ചരിത്രവർണ്ണനം, കൃഷ്ണമന്ത്ര നിരൂപണം, ലക്ഷ്മിയുടെ അവതാരം, ലളിതാ സഹസ്രനാമം, മഹേശ്വര മന്ത്രവിധാനം എന്നിങ്ങനെ 29 അധ്യായങ്ങൾ നമുക്ക് കാണാം. 4-ാം പാദത്തിൽ ബ്രഹ്മപുരാണ സംക്ഷേപം, പത്മപുരാണ സംക്ഷേപം, ഷഷ്ഠി വ്രതം, പഞ്ചമി വ്രതം, ദ്വാദശി വ്രതം, ശ്രീരാമനവമി, ഏകാദശി വ്രതം, ചതുർത്ഥി പൂജ തുടങ്ങി 34 അധ്യായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉത്തരഭാഗത്തിൽ ദ്വാദശി മാഹാത്മ്യ വർണ്ണനം, യമവാക്യം, യമവിലാപം, മോഹിനി, രാജ്യാഭ്യർത്ഥന, മോഹിനി വചനം, മാതൃസമ്മാനം, ശിക്ഷാ നിരൂപണം, കാർത്തിക മാഹാത്മ്യം, മധുര മാഹാത്മ്യം, ബ്രഹ്മപ്രീണനം, മോഹിനി മോക്ഷം, കാശി വർണ്ണനം, പുരുഷോത്തമ മാഹാത്മ്യം, ഗംഗാ മാഹാത്മ്യം, അഭിഷേകം, സേതു മാഹാത്മ്യം, വൃന്ദാവന മാഹാത്മ്യം തുടങ്ങി 81 അധ്യായങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കാദംബരി, കാമാശം, പ്രഭാസം, പുഷ്കരം, അവന്തി എന്നീ നദികളെക്കുറിച്ചും പരാമർശിക്കുന്നത് കാണാം. വേദങ്ങളെ മനസ്സിലാക്കുന്നതിലുപരി സർവശാസ്ത്രങ്ങളെയും ശ്രോതാക്കളെ പരിചയപ്പെടുത്തുന്നതിനുള്ള ശ്രമമായിട്ടാണ് ഈ പുരാണത്തെ നമുക്ക് കാണേണ്ടത്. ലളിതവും സുഗ്രാഹ്യവുമായ വർണ്ണന രീതിയാണ് ഇതിൽ കാണുന്ന പ്രതിപാദന രീതി.
സംഗീതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, സന്ധി, വ്യാകരണം, സമാസ നിയമങ്ങൾ, വിഭക്തി പ്രയോഗങ്ങൾ, ആയുർവേദ തത്വങ്ങൾ, സ്വരമണ്ഡലം എന്നിവയൊക്കെ സൂതൻ്റെ വിവരണങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത് ആശ്ചര്യത്തോടെ അല്ലാതെ നമുക്ക് നോക്കിക്കാണാൻ കഴിയില്ല. പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റി 3 സിദ്ധാന്തങ്ങൾ ആണ് ഈ പുരാണം മുന്നോട്ട് വയ്ക്കുന്നത്. ആ 3 സിദ്ധാന്തങ്ങൾ എന്താണെന്നാൽ ത്രിമൂർത്തി സിദ്ധാന്തം, സാംഖ്യ സിദ്ധാന്തം, മാനസ സിദ്ധാന്തം. ത്രിമൂർത്തി സിദ്ധാന്തത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ മഹാവിഷ്ണു ഗുണഭേദമനുസരിച്ച് 3 ഭാഗങ്ങളായി സ്വയം വേർതിരിഞ്ഞ് വലതുഭാഗത്തു നിന്നും രജോ ഗുണം ലോകസൃഷ്ടിയിൽ നിരതനായ ബ്രഹ്മാവായി രൂപപ്പെട്ടു. തമോമൂർത്തിയായ മധ്യത്തിൽ നിന്ന് രുദ്രൻ സംഹാരമാണ് വൃത്തി. ഇടതുഭാഗത്തു നിന്ന് സത്വഗുണരൂപനായ വിഷ്ണു ലോക സംരക്ഷകനാണ് വിഷ്ണു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിലൂടെ മഹാവിഷ്ണുവിൻ്റെ നിയന്ത്രണത്തിൽ ഈ ത്രിമൂർത്തികളാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. സാംഖ്യ സിദ്ധാന്തം നോക്കിയാൽ പ്രകൃതി പുരുഷ യോഗം മൂലം മഹത്, അഹങ്കാരം, ബുദ്ധി എന്നീ ക്രമത്തിൽ പ്രപഞ്ച സൃഷ്ടിയെ വ്യാഖ്യാനിക്കുന്നു. സാംഖ്യ സിദ്ധാന്തത്തോട് ശാക്ത സങ്കല്പങ്ങൾ കൂടിച്ചേർത്തതാണ് ഈ സൃഷ്ടിവാദം. അങ്ങനെ മഹാവിഷ്ണുവാണ് ഇതിൻ്റെ പൊരുൾ. പരാശക്തി അവിദ്യ, ഭാരതി, ലക്ഷ്മി, വിദ്യ, ഉമ, അംബിക, ദുർഗ, ഗിരിജ, ഭദ്രകാളി, ചണ്ഡി, മഹേശ്വരി, വാരാഹി, ഐന്ദ്രി എന്നിവയാണ് പരാശക്തിയുടെ രൂപഭേദങ്ങൾ. മാനസ സിദ്ധാന്തം ആദ്യന്തവിഹീനമായ ശക്തി ആദ്യം മഹത്തിനെ സൃഷ്ടിച്ചു. മനസ്സിൽ നിന്ന് ആകാശവും ആകാശത്തിൽ നിന്ന് ഭൂതങ്ങളും ഉണ്ടായി. അവ്യക്തമായ വിഷ്ണുരൂപമായ മനസ്സിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടായി. അതാണ് അഹങ്കാരം. ബ്രഹ്മാവിന് വിശ്രമിക്കാനുള്ള കമലമാണ് ഭൂമി. ത്രിമൂർത്തി സിദ്ധാന്തം പൊതുവെ അംഗീകരിക്കപ്പെട്ടതാണ്. ഈ 3 സിദ്ധാന്തങ്ങളും പ്രപഞ്ച സൃഷ്ടിയുടെ കർത്തൃത്വം നൽകുന്നത് മഹാവിഷ്ണുവിനാണ്. പരമതത്വമായ നാരദ പുരാണത്തെ കാണുമ്പോൾ പ്രധാനി വിഷ്ണുവാണ്. വിഷ്ണു നാമ സങ്കീർത്തനം കാലകാല ദോഷങ്ങളെ അകറ്റും. ധ്യായൻ കൃതേ യജൻ യജ്ഞൈ ത്രേതായാം ദോപരേ അർവയൻ യഥാപ്നോതി തഥാപ്നോതി കലു സങ്കീർത്തയൻ കേശവം. ധ്യായൻ കൃതേ എന്ന് പറഞ്ഞാൽ ധ്യാനം കൊണ്ട് കൃതയുഗത്തിലും യജ്ഞനജ്ഞേ ത്രേതായാം യാഗം കൊണ്ട് ത്രേതായുഗത്തിലും ദോപരെ അർച്ചയൻ അർച്ചന കൊണ്ട് ദോപരത്തിലും നേടുന്നത് കലിയുഗത്തിൽ കേശവ സങ്കീർത്തനം കൊണ്ട് നേടാൻ കഴിയുന്നു. ദേവിയെ മൂലപ്രകൃതിയായി മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നാരദീയ മഹാപുരാണത്തിൻ്റെ ദർശനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഏത് ഒരു പുരാണമോ ഇതിഹാസമോ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെ ദർശനങ്ങളുണ്ടെന്ന് സ്വയം നമ്മൾ ഒന്ന് നിരീക്ഷിക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ധാർമ്മികവും ഭൗതികവും സമന്വയിക്കാനുള്ള ഒരു ശ്രമം നാരദീയ മഹാപുരാണത്തിൽ കാണുന്നില്ലേ എന്ന് നമുക്ക് തോന്നും. ഈ പൗരാണിക ഗ്രന്ഥം നാരദ മഹർഷിയുടെ മഹത്വം, ഭക്തിയുടെ മാർഗം, ധർമ്മത്തിൻ്റെ പ്രാധാന്യം, ഭൗതിക ജീവിതം എന്നിവയെ അവഗണിക്കാതെ തന്നെ ആത്മീയതയുടെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്നു. ഭക്തിയെ ഏറ്റവും വിശുദ്ധമായ ഒരു ഉപാസനാ മാർഗമായി പരിഗണിക്കുന്നു. അതും ഒരു ദർശനമാണ്. ഭക്തി പ്രവൃത്തിയ എളുപ്പവുമാണ്. ഏതൊരു സാധാരണ മനുഷ്യനും സ്വന്തമാക്കാവുന്നതും ക്രിയകളുടെ ഗൗരവം കൂടാതെ ദൈവത്തെ പരിപൂർണമായി കീഴ്പ്പെടുത്തുന്ന രീതിയാണ് ഭക്തി. ധർമ്മത്തിൻ്റെ പ്രാധാന്യം എന്ന ദർശനവും നമുക്ക് ഈ പുരാണത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും. അതെന്താണെന്ന് നോക്കാം. ആത്മീയതയും ധാർമ്മികതയും സാമൂഹിക, ആന്തരിക, ഭൗതിക തലങ്ങളിൽ സമന്വയിച്ച് കിടക്കുന്നു. ഇത് മകനായി, ഭർത്താവായി, പൗരനായി എല്ലായിടത്തും വ്യക്തിയുടെ ഉത്തരവാദിത്വം സൃഷ്ടി വ്യവസ്ഥയിൽ അനുധാവനം ചെയ്തിരിക്കുന്നു. അദ്വൈതീയ ദർശനം എന്നൊരു ദർശനവും നമുക്കിതിൽ കാണാം.
വൈദിക മൂല്യങ്ങളും ഉപനിഷത്ത് തത്വങ്ങളും സംയോജിപ്പിക്കുന്ന ദർശനമാണ് പുരാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനുഷ്യത്വത്തെ ബഹുമാനിക്കുന്നതും ലോകോത്തര ആശയങ്ങളും ഒക്കെ നമുക്കിതിൽ കാണാം. പവിത്രത, ശാന്തി, ആശ്വാസം, വിനയം എന്നിവയും ഇതിലെ ദർശനങ്ങളാണ്. നാരദനാണ് ഈ പുരാണത്തിലെ കേന്ദ്ര കഥാപാത്രമെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. ദേവന്മാരിലും മനുഷ്യരിലും ബന്ധം സ്ഥാപിക്കുന്ന ദർശനശാലിയായ നാരദൻ ദൈവത്തെ എങ്ങനെ ആരാധിക്കാമെന്നും എങ്ങനെ ഭക്തിയുടെ മാർഗത്തിലൂടെ മോക്ഷത്തെ നേടാമെന്നും വിശദീകരിക്കുന്നു. നാരായണൻ്റെ പാദങ്ങളിൽ പൂർണ്ണ സമർപ്പണം തന്നെ ഭക്തിയുടെ ഉത്തമമായ ദിശയെന്നാണ് ഈ ഗ്രന്ഥം നിർദ്ദേശിക്കുന്നത്. എല്ലാ മാനവരുടെയും ഉന്നമനത്തിനായി ഭക്തിയുടെ മഹത്വത്തെ പ്രമേയമാക്കുന്നു ഈ പുരാണം. നാരദീയ മഹാപുരാണത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ഓരോ ഉപവാസങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. വ്രതങ്ങൾ, നോമ്പുകൾ, വ്യക്തിയുടെ ആത്മീയ യാത്രകൾ ഒക്കെ നമുക്കിതിൽ കാണാം. സമൂഹത്തിനും വ്യക്തിക്കും എന്ത് പ്രാധാന്യം നൽകുന്നുവെന്ന് നോക്കാം. നാരദൻ നൽകുന്ന സാമൂഹികവും ആചാരപരവുമായ ദർശനങ്ങൾ സമൂഹത്തിൻ്റെ പരിപാലനത്തിനും സാമൂഹിക ധർമ്മത്തിനും മനുഷ്യരുടെ കൂട്ടായ്മയ്ക്കും സാഹോദര്യത്തിനും പ്രതീകമായി കാണുന്നു. നാരായണീയ കർമ്മമാർഗം, കർമ്മയൂഹത്തിൻ്റെ വിചാരം മുതലായവയും ഈ പുരാണത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. മനുഷ്യർ സേവന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ജീവിതത്തിൽ സമാധാനവും ഐക്യവും ആത്മീയ ഉന്നതിയുമാണ് കൈവരുന്നത്. ആചാര അനുഷ്ഠാനങ്ങൾ, അതായത് സദ്യ, യാഗങ്ങൾ, പൂജകൾ തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ ഭക്തിയുടെയും കർമ്മത്തിൻ്റെയും മാർഗങ്ങളായി പരാമർശിക്കപ്പെടുന്നു. നാരദീയ മഹാപുരാണം സമഗ്ര ജീവിതശൈലിയുടെ ഒരു സമന്വയമാണ്. ഈ ശരീരം രോഗങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞതാണ്. ക്ലേശം നിറഞ്ഞ ജീവിതം കർമ്മപാപം കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സജ്ജനങ്ങൾ എപ്പോഴും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മരങ്ങൾ കായ്ക്കുന്നത് അവയ്ക്ക് ഭക്ഷിക്കാനാണോ? അല്ലല്ലോ. വ്രതങ്ങളിൽ ഏകാദശി എന്ന പോലെ, നദികളിൽ ജാഹ്നവി എന്ന പോലെ, ആരണ്യങ്ങളിൽ വൃന്ദാവനം എന്ന പോലെ, ക്ഷേത്രങ്ങളിൽ കുരുക്ഷേത്രം എന്ന പോലെ, പുരികളിൽ കാശി എന്ന പോലെ, തീർത്ഥസ്നാനങ്ങളിൽ മധുര എന്ന പോലെ, പുരാണങ്ങളിൽ വെച്ച് അതിവിശിഷ്ടവും ശ്രേഷ്ഠവുമാണ് നാരദീയ പുരാണം. ആത്മീയതയുടെ പ്രാധാന്യം അതൊന്ന് നോക്കാം. നാരായണ ഭക്തിയുടെ ഗൗരവവും ആത്മീയതയും പ്രതിപാദിക്കുന്ന നാരദീയ മഹാപുരാണം ഭക്തി, ത്യാഗം, മാനവ സ്നേഹം എന്നിവയുടെ സന്ദേശം നാരദ മുനി മുഖേന ഈ പുരാണത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. ഇന്നത്തെ ദൈനംദിന ജീവിതം സാങ്കേതിക വിദ്യകളും ഭൗതിക വസ്തുക്കളും നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആളുകൾ അവരുടെ ജീവിതത്തിൽ വേഗത്തിലും സമ്മർദ്ദത്തിലും കുടുങ്ങിക്കിടക്കുന്നു. ഈ സാഹചര്യത്തിൽ നാരദീയ മഹാപുരാണം ആത്മീയതയിലേക്കുള്ളൊരു ജാലകം തുറന്നു തരുന്നു. ഭക്തിയിലൂടെ സമാധാനവും സന്തുലിതവുമായ ഒരു ജീവിതം നേടാമെന്ന് നാരദീയ മഹാപുരാണം വിശദീകരിക്കുന്നു. ആന്തരികമായി ശക്തരായ ഒരു ആത്മീയ സമൂഹം സൃഷ്ടിക്കാൻ ഇത് ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ, ധൈര്യലോപം തുടങ്ങിയവയെ പരിഹരിക്കാൻ ഈ പുരാണം വളരെ സഹായകമാണ്. ത്യാഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ആധുനിക ലോകം ത്യാഗത്തിൻ്റെ പ്രാധാന്യം മറന്നുകൊണ്ടിരിക്കുമ്പോൾ നാരദീയ മഹാപുരാണം ആത്മീയ ത്യാഗത്തിൻ്റെ ഗുണങ്ങളെ മുന്നിൽ നിർത്തുന്നു. ഭൗതിക വസ്തുക്കളോടുള്ള ആസക്തി ഒഴിവാക്കുക, ലോകനന്മയ്ക്കും സമൂഹത്തിനും വേണ്ടി ജീവിക്കുക എന്നീ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു. കാര്യവ്യവഹാരങ്ങളും സാമ്പത്തിക സുരക്ഷയും മുന്നിൽ നിൽക്കുന്ന ഈ കാലത്ത് സമാധാനപരമായ ജീവിതം നയിക്കുന്നതിനുള്ള വഴികളാണ് ഈ നാരദീയ മഹാപുരാണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു ദർശനമാണ് സമഗ്ര മാനവ സ്നേഹം. ഇതിൻ്റെ മറ്റൊരു പ്രധാന ആശയം സമഗ്ര മാനവ സ്നേഹമാണ്. മനുഷ്യർ തമ്മിൽ പരസ്പരം സഹകരിച്ചും ബഹുമാനിച്ചും ജീവിക്കാൻ ഇത് പ്രചോദനമേകുന്നു. ആധുനിക ലോകത്ത് വർദ്ധിച്ചു വരുന്ന സ്വാർത്ഥതയും അസഹിഷ്ണുതയും മറികടക്കാൻ നാരദീയ മഹാപുരാണത്തിലെ സന്ദേശങ്ങൾക്ക്
കഴിയും. വൈരുദ്ധ്യങ്ങളുടെയും സംഘർഷങ്ങളുടെയും കാലഘട്ടമായ ഇന്നത്തെ ലോകത്ത് സമഗ്ര മാനവ സ്നേഹം വളർത്തുന്നതിൻ്റെ ആവശ്യം മുൻപത്തേതിൽ കൂടുതലാണ്. സമൂഹത്തിന് അതിൻ്റെ ഒരുമയും ഐക്യവും തിരിച്ചുപിടിക്കാൻ ഈ പുരാണ പാരായണം സഹായിക്കുക തന്നെ ചെയ്യും. ഭഗവത് ഭക്തിയും മോക്ഷലാഭവും അതെന്താണെന്ന് നോക്കിയാൽ, മുക്തി പ്രാപിക്കാൻ വേണ്ടത് ആദ്യം ഭക്തിയാണെന്ന് നാരദീയ മഹാപുരാണം കാണിക്കുന്നു. ദൈന്യങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഭഗവത് ഭക്തിയെ ആശ്രയിക്കണം. നാരദീയ മഹാപുരാണം കൈമാറുന്ന സന്ദേശങ്ങൾ ആധുനിക ജീവിതത്തിൽ ഏറെ പ്രസക്തമാണ്. ഇത് കൂടുതൽ പാരായണം ചെയ്യുമ്പോൾ സമാധാനവും സമഗ്രവും ത്യാഗനിർഭരവും മാനവസ്നേഹവും ഒരുമയും ഒക്കെ സമൂഹത്തിൽ ഉണ്ടാവും. ഐക്യവും നിസ്വാർത്ഥതയും സഹിഷ്ണുതയും നിറഞ്ഞ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ ആധുനിക ലോകത്തിന് ഇത് സഹായകമാകും എന്ന് നമുക്ക് സംശയലേശമെന്നേ പറയാൻ കഴിയും. ഭക്തിമാർഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പുരാണം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ ആവിഷ്കാരവും നാരായണ ഭക്തിയുടെ ശ്രേഷ്ഠതയും വിശദീകരിക്കുന്നു. ഭക്തിമാർഗം എന്നത് ഭഗവാന്റെ സ്നേഹത്തോടും സമർപ്പണത്തോടും കൂടിയ ആരാധനയിലൂടെയും അനുഗ്രഹം നേടുന്നതിനുള്ള ആത്മീയ മാർഗമാണ്. അത് പരമാത്മാവിനോടുള്ള അനന്യ സ്നേഹം, വിശ്വാസം, നന്ദി, ഭയം, സമർപ്പണം എന്നിവയിലൂടെ ദൈവത്തെ അറിയാൻ, മനസ്സിലാക്കാൻ നമുക്ക് ഈ നാരദീയ മഹാപുരാണ പാരായണത്തിലൂടെയും അതിനെ ശ്രദ്ധയോടെ പഠിച്ച് മനനം ചെയ്താലും നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും. ഇതിവിടെ നിർത്തുന്നു.